കളർ വന്ന് ഇത്ര ഒരു എഫക്റ്റ് കിട്ടില്ല. നമുക്ക് സൂപ്പറാണ്, എല്ലാവരും സൂപ്പറായിട്ടുണ്ട്. നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നമുക്ക് ഫാൻസ് ആണ്, പക്ഷേ അതുകൊണ്ടല്ല അദ്ദേഹത്തിന്റെ ആ ഒരു അദ്ദേഹത്തിന്റെ ക്യാരക്ടർ തിരഞ്ഞെടുക്കുന്ന ആ ഒരു രീതി ഉണ്ടല്ലോ, ശരിക്കും ഒരു തിയേറ്ററൊക്കെ എക്സ്പീരിയൻസ്. ഞാൻ ഇപ്പൊ സെക്കൻഡ് ടൈമാണ് കാണുന്നത്. ഒത്തിരി കാര്യങ്ങൾ മൈനോട്ട് ചെയ്യാൻ പറ്റും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെങ്കിലും ഇവർ ഈ പറയുന്ന ഒരു തീമുണ്ടല്ലോ, ഇത് പഴയ കാലം എന്നൊക്കെ മമ്മൂട്ടി ഇന്റർവ്യൂവിനും ഒക്കെ പറഞ്ഞെങ്കിലും പഴയ കാലമൊന്നും അല്ല. അവർ പറഞ്ഞു വെക്കുന്ന കാര്യം ഇപ്പോഴത്തെ ഒരു കാലമായിട്ടൊക്കെ ബന്ധമുണ്ട്. അതായത് അധികാരം കയ്യിലുള്ളവൻ എന്തും ചെയ്യാം, ബാക്കിയുള്ളവർ അടിമയാണെന്നുള്ളൊരു സംഭവമൊക്കെ കാണിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഭയങ്കരമായിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ 3 കഥാപാത്രങ്ങളുള്ളതൊക്കെ ടോട്ടലി നമ്മൾ അറിഞ്ഞതാണ്. ആ 3 പേരും എത്രമാത്രം പെർഫെക്റ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം. പിന്നെ നമ്മൾ രണ്ടാമത് കാണുമ്പോൾ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എക്സ്പീരിയൻസ് എന്നുള്ള സംഭവം പറഞ്ഞാൽ ആദ്യത്തെ ഒരു 15 മിനിറ്റ് ഉള്ളൂ. അത് കഴിയുമ്പോൾ നമ്മൾ ആ പടത്തിലേക്ക് കയറുക. പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണോ എന്താണെന്നറിയില്ല, നമ്മൾ ശരിക്കും ഒരു ഭ്രമയുഗത്തിൽ തന്നെ കയറി. ആ ഒരു എക്സ്പീരിയൻസ് പക്കയായിരുന്നു. മമ്മൂക്കയുടെ പെർഫോമൻസ് എങ്ങനെയാണ് ഈ 3 പേര് വെച്ച് ഹൈലൈറ്റ് ചെയ്യുമ്പോൾ? നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മമ്മൂക്കയുടെ പെർഫോമൻസിനെ കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. നമുക്ക് ടോട്ടലി അറിയാം മമ്മൂക്ക എത്രമാത്രം ചെയ്യുന്നുള്ളത്. മമ്മൂക്ക എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം കാതലിൻ്റെ അല്ലെങ്കിൽ കണ്ണൂർ സ്കാറിൻ്റെ ഒക്കെ ഒരു പരിപാടിക്ക് മമ്മൂക്ക പറഞ്ഞൊരു കാര്യമാണ്, ഞാൻ ചെയ്യാൻ പറ്റുന്നതിന് മാക്സിമം ചെയ്യും, അങ്ങനെയൊക്കെ പറഞ്ഞില്ലേ. അത് തന്നെയാണ് പുള്ളി ചെയ്യാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ഇതൊക്കെ. എനിക്ക് തോന്നുന്നത് ഇതൊരു തുടക്കമായിരിക്കും. ഇനി വരാൻ പോകുന്ന പടങ്ങളൊക്കെ പുള്ളി ഇതിൻ്റെ അപ്പുറത്തെ പരിപാടികൾ കാണിക്കും. അപ്പോൾ ടർബോ ഒക്കെ ഇനി എന്താണ് കാണിച്ചു കൂട്ടുന്നത് നമുക്കൊന്നും പറയാൻ പറ്റില്ല. ആ മാതിരി സാധനമാണ് പുള്ളി ചെയ്തേക്കണത്. അപ്പോൾ ഇതിനകത്ത് പെർഫോം ചെയ്ത അർജുനായാലും ബാക്കി ആ 3 കഥാപാത്രങ്ങളുള്ള അവരെയാണ് സംഭവിക്കണം. മമ്മൂക്കയുടെ പോയി ഒരു പിടിച്ചു നിന്നുള്ളതാണ്. ബാക്കി എല്ലാവരും പെർഫോമൻസിൽ എല്ലാവരും. പിന്നെ ഡയറക്ടറിൻ്റെ കാര്യം എടുത്തു പറയണം കേട്ടോ, രാഹുൽ ഒരു ഗ്യാരൻറ്റീഡ് ആക്ടർ തന്നെയാണ്. നമ്മളിപ്പോൾ ഉള്ള ഒരു ജനറേഷന് വിശ്വസിച്ച് അല്ലെങ്കിൽ വലിയൊരു വൈബ് കൊടുക്കുന്ന ഒരു ഡയറക്ടർ തന്നെയായിരിക്കും. അദ്ദേഹത്തിന് അടുത്ത പടത്തിന് വേണ്ടി നല്ലൊരു ഹൈപ്പ് ഉണ്ടാവും. അത്രയ്ക്ക് വൈബായിട്ടാണ് ഈ പടം ചെയ്തിരിക്കുന്നത്. ഭൂതകാലം കണ്ടാണോ? പിന്നെ ഭൂതകാലം കണ്ടോ? ഭൂതകാലം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് നമ്മളെ ഭയപ്പെടുത്തുന്ന ഒരു സിനിമയാണ്. OTT റിലീസ് ചെയ്ത രാത്രി ഞാൻ കണ്ടു, ഭയങ്കരമായിട്ട് പേടിച്ചു. പക്ഷേ ഈ പടം ഭയമല്ല. ഈ പടം നമ്മൾ കാണാത്തൊരു മേഖലയെ കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ്. ഭയത്തേക്കാൾ കൂടുതൽ ഇതിനകത്ത് പെർഫോമൻസിനാണ് ഒരു കംപ്ലീറ്റ് ആക്ടറിന്റെ ഒരു പെർഫോമൻസ് അതിനകത്ത്. നമുക്കൊരു കംപ്ലീറ്റ് ആക്ടർ എന്ന് പറയാമോ? അങ്ങനെയാണോ? തീർച്ചയായിട്ടും. മമ്മൂക്കനെ ആരും വിളിക്കുകയില്ല, മമ്മൂട്ടിക്ക് ആരും ദേശീയ അവാർഡും കൊടുക്കില്ല. പക്ഷേ മമ്മൂക്കയാണ് കംപ്ലീറ്റ് ആക്ടർ. കംപ്ലീറ്റ് ആക്ടറിനെ ഇവിടെ ആരും വിളിക്കില്ലല്ലോ. അദ്ദേഹം അതിനുള്ള ലെവൽ ചെയ്യുന്നുണ്ട്, ഇനിയും ചെയ്യും. ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു തുടക്കമായിരിക്കും. ഇനി വരും കാലങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഒരു യുഗം തന്നെയായിരിക്കും, ഇതൊരു തുടക്കമായിരിക്കും.